CPI സർവൈലൻസിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സത്യൻ മൊകേരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഈ നേതൃയോഗങ്ങളിൽ എന്തൊക്കെ ചർച്ചകളാണ് നടന്നത് എന്ന് സംബന്ധിച്ച് മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തിയെന്ന് നിങ്ങൾ 3 നേതാക്കന്മാരും ഇരുന്ന് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ കത്ത് തന്നെ കാട്ടിക്കൊണ്ടാണ്. അപ്പോൾ ഇതിൽ അടിസ്ഥാനം ഇല്ല എന്ന് പറയാനോ ഇതൊരു മാധ്യമ സൃഷ്ടിയാണെന്ന് പറയാനോ കഴിയില്ല. പിന്നെ ഇത്തരമൊരു പാർട്ടി കത്തിൻ്റെ ഈ സ്വഭാവത്തിലുള്ള ഒരു തീരുമാനം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നത് വ്യക്തമാക്കുകയാണ് വേണ്ടത്. അതിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് വിശദീകരിക്കപ്പെടുകയാണ് വേണ്ടത്. എൻ്റെ വേണു, CPIയുടെ സംസ്ഥാന കൗൺസിലിൽ നടന്ന ചർച്ചകൾ ഇന്നലെ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചതാണ്. മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഭാവനയിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് വരാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനത് പറഞ്ഞിട്ട് പറയാം. ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വാർത്ത CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് CPMനെതിരായിട്ട് മന്ത്രിമാർക്കെതിരായിട്ട് ചർച്ചകൾ നടത്തി വലിയ പ്രതിഷേധം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട് മറ്റ് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിനകത്ത് ഒരു ഭാഗത്ത് എന്നെ പരാമർശിച്ചുകൊണ്ടും പറഞ്ഞു, സഖാവ് പിണറായിയെ പരാമർശിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതെ അത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു. അത് അതൊരു ഭാവനയാണത്. അത് കാനെന്നല്ല, അതൊരു ഭാവനയാണത്. അത് പറഞ്ഞതിനെ തുടർന്ന് അത് നാട്ടിലുണ്ടാക്കുന്ന റിഫ്റ്റുകളും തർക്കങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം. ഇതൊരു പുതിയ കാര്യമാണോ ഈ പാർട്ടി കത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ അറിയുന്ന കാര്യമാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുന്ന കാലത്തും എല്ലാ വകുപ്പുകളെയും കുറിച്ച് LDF പരിശോധിക്കണം, LDF ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ആ പ്രോസസ്സ് അന്ന് നടന്നതാണ്. ഇപ്പോഴും LDF തീരുമാനിച്ചിട്ടുണ്ട്. അത് CPMൻ്റെ തീരുമാനം അവരെ സ്റ്റേറ്റ് കമ്മിറ്റി അയച്ചതാണ്. അത് പാർട്ടി കത്തെന്ന് പറഞ്ഞ് അവർ താഴോട്ട് അറിയിച്ചതാണ്. CPIയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. CPIയുടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ LDFിലെ എല്ലാ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധമായി LDF ചർച്ച ചെയ്ത് LDF നേതൃത്വം ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ CPIയും മറ്റ് പാർട്ടികളുടെ നേതൃത്വം ഇരുന്ന് കൂട്ടായിരുന്ന് മന്ത്രിമാരും കൂടി ചേർന്ന് ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ച ചെയ്യുന്നതിലൂടെ ഓരോ വകുപ്പിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് LDF ശ്രീ സത്യൻ മൊകേരി പറയുന്നത് ഇതൊരു പുതിയ കാര്യമേ അല്ല എന്ന്. പക്ഷേ ഈ കത്തിലെ ഭാഷാ പ്രയോഗത്തിൻ്റെ സാധുത നോക്കുമ്പോൾ ഇത് നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനൊരു LDF സംവിധാനമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ നിർദ്ദേശമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല ഇപ്പോൾ ഇതിൽ പുതിയ പല കാര്യങ്ങളും പിന്നീട് സംഭവിച്ചതും ഇതിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം വിളിക്കണമെന്ന് ഈ പാർട്ടി കത്തിലുണ്ട്. ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടില്ലല്ലോ. ഓരോ മാസവും കൂടുമ്പോൾ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്ന് പറയുന്നുണ്ട്. അത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഇത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം ശ്രീ സത്യൻ മൊകേരി പോലും അറിയുന്നത്. പക്ഷെ തുറന്നു പറയാനുള്ള മടി, അത്തരം വിമർശനങ്ങൾക്ക് ഇട നൽകുന്നത് കൂടിയല്ലേ ഇത്? ഒരു കാര്യം സത്യമാണ്, എൻ്റെ സുഹൃത്ത് ശ്രീ സത്യൻ മൊകേരി എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും CPIയും CPMും തമ്മിൽ ഒരു റിഫ്റ്റ് നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്നുള്ള കാര്യം ഒരു ചെറിയ കാര്യമല്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രണ്ട് കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പ്രകടിപ്പിക്കാറുമുണ്ട്. മാധ്യമങ്ങളിൽ കൂടെ, രഹസ്യമായിട്ട് ചെവിയിലൊന്നുമല്ല. ഇപ്പം നിലമ്പൂർ വനത്തിലുണ്ടായ സംഭവം ശരിക്കും പറഞ്ഞാൽ CPI അത്ര വലിയ മാവോയിസ്റ്റ് അനുകൂലികളായതുകൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ചാടി വീണത് തീർച്ചയായും മറ്റേ ആഭ്യന്തര വകുപ്പിനോടും CPMനോടുമുള്ള അവരുടെ പ്രത്യക്ഷമായ അകൽച്ചയുടെ വിരോധത്തിൻ്റെ കാരണം തന്നെയാണ്. പല കാര്യങ്ങളും ആലോചിക്കുന്നില്ല. പഴയ 67 മന്ത്രിസഭയുടെ കാലം പോലെ ഒരു വൻ പാർട്ടി മേധാവിത്വം, അങ്ങനെ തന്നെ വൻ പാർട്ടി മേധാവിത്വത്തിൻ്റെ ശൈലിയിലേക്കാണ് പോകുന്നത് എന്ന ആക്ഷേപം CPIക്കുണ്ട്. അതിപ്പം ഒരു ചാനൽ ചർച്ചയിൽ സത്യൻ മൊകേരിയെ പോലെ ഒരാളിന് വന്നിരുന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് പരിമിതി ഉണ്ടെന്ന്. പക്ഷേ സംഭവം അവിടേക്കാണ് പോകുന്നത്. ഒട്ടും ഒരു കൂട്ടുത്തരവാദിത്വമില്ല, മുന്നണിയിൽ ഐക്യമില്ല, പല കാര്യത്തിലും അവരുടെ അഭിപ്രായ വ്യത്യാസം. നമ്മൾ പരസ്യമായി വായിക്കുന്നതിനപ്പുറം എന്തെല്ലാം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ ഊഹിക്കണം. CPMനകത്ത് പോലും ഉണ്ട്. പിന്നെ അത് CPIയും CPM ഈ നിരീക്ഷണ സംവിധാനത്തെ പറ്റിയുള്ള പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും ഒരു പുതിയ കീഴ്വഴക്കമാണ്. എല്ലാം എന്നിലേക്ക് എന്നുള്ളതാണ്. അതിനിപ്പം ഇവർ വേറെ ആരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതൊന്നും ശരിയല്ല. അങ്ങനൊന്നും ജനാധിപത്യ സംവിധാനത്തിൽ വേറെ എവിടെയുമില്ല. എല്ലാം എന്നിലേക്ക്, ഞാൻ മുഖേന എന്നുള്ള ഒരു ശൈലിയാണ് തുടക്കം
തുടക്കം മുതൽ നമ്മൾ കണ്ടുവരുന്നതും ഒരു പാർട്ടിയുടെ സ്വഭാവമായിട്ടാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളിന്റെ സ്വഭാവവുമായും ഇത് താരതമ്യം ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾക്ക് അനിഷ്ടകരമായ ഒരു സാമ്യമാണ് എന്നതുകൊണ്ട് അത്തരമൊരു രീതി, അത്തരമൊരു വിമർശനം അവിടെ ഉയർന്നു വന്നിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നമ്മളെയോ നമ്മുടെ ഏതെങ്കിലും നേതാവിനെയോ ഒന്ന് അതിൽ പെടുത്താറുണ്ട്. അല്ലല്ല, ഇത് മുൻപിടുത്ത മോദി എന്നത് മുൻപിടുത്ത മോദി എന്നത് കമ്മിറ്റിയിൽ ഉയർന്ന ആക്ഷേപം എന്നാണ് പറഞ്ഞത്. തർക്കമുള്ള കാര്യം സഖാവ് മൊഗേരി പറഞ്ഞോ ഇല്ലയോ അദ്ദേഹത്തിന് കൊടുത്ത വലിയ അംഗീകാരമാണ്. അങ്ങനെ സത്യൻ മൊഗേരി ശ്രീ പിണറായി വിജയനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന് കൊടുത്ത വലിയ കോംപ്ലിമെൻ്റാണ്. ശ്രീ മോഡിയെ പോലെ വളരെ കാര്യക്ഷമമായി ഭരിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പിണറായി വിജയനെ അദ്ദേഹം വിശേഷിപ്പിച്ചെങ്കിൽ നല്ല കാര്യം. മാതൃഭൂമി റിപ്പോർട്ടർ ശ്രീജിത്തിന്റെ ഒരു ഭാവനയിൽ നിന്നുണ്ടായതാണ്. അത് ഇന്നലെ കാനാതെ ശ്രീജിത്തിനെ മാത്രമേ പഠിക്കണ്ട. കാരണം ഇത് ഒരു മാധ്യമം മാത്രം റിപ്പോർട്ട് ചെയ്ത വാക്കല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് പ്രേക്ഷകരെ. ഇതിപ്പോൾ എല്ലാ അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ്. അതുകൊണ്ടത് സത്യമാണെന്നോ അതിൻ്റെ ഉത്തരവാദി അങ്ങാണെന്നോ അല്ല പറയുന്നത്. എന്തായാലും ഒരു റിപ്പോർട്ടറിന് ഒരു ഭാവനാവിലാസത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യമായിട്ട് അങ്ങ് അത് കരുതരുത് എന്ന് മാത്രം. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇവിടെ ഘടകകക്ഷികളെ നിരീക്ഷിക്കുക എന്ന നിർദ്ദേശം CPM സംസ്ഥാന സമിതി തീരുമാനമെടുത്തു. നവംബർ 20-ന് അത് പാർട്ടി കത്തായി പോവുകയുമാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടുകയുമാണ്. ഇത് പതിവ് കാഴ്ചയാണോ? അല്ല, ഘടകകക്ഷികളെ നിരീക്ഷിക്കുക എന്നുള്ളൊരു പുതിയ കാര്യമാണെങ്കിൽ പോലും അത് അത്ര വലിയ അപകടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഘടകകക്ഷികൾ തിരിച്ച് CPM-നെ നിരീക്ഷിക്കണം. ഓരോ പാർട്ടിക്കാരും എന്താ ചെയ്യുന്നതെന്ന് ആൾക്കാർ അറിയണമല്ലോ. മാത്രമല്ല, തെറ്റായ ഒരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനുമുള്ള ഒരു സംവിധാനമായിട്ട് മാറുമത്. CPM-കാരെ നിരീക്ഷിക്കട്ടെ, CPI-കാരെ നിരീക്ഷിക്കട്ടെ, ജനതാദളുകാരെ നിരീക്ഷിക്കട്ടെ, കോൺഗ്രസ് എസിനെ നിരീക്ഷിക്കട്ടെ, NCP-യെ നിരീക്ഷിക്കട്ടെ, തിരിച്ച് ഘടകകക്ഷികൾ CPM മന്ത്രിമാരെയും നിരീക്ഷിക്കട്ടെ. അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഒരു തുടർച്ചയായിട്ട് മാത്രം നമ്മൾ കഴിഞ്ഞ മതി തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ പൊതുവിൽ നല്ല ഐക്യത്തോടെയും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെയും പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയും അത്തരം അസ്വാരസ്യങ്ങൾ ഘടകകക്ഷികളിൽ നിന്ന് ഉയരാതിരി മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപ്പ് രീതിയും ഉണ്ട് എങ്കിൽ താങ്കൾ ഈ പറയുന്നത് വളരെ ആരോഗ്യകരമായ ഒരു പരസ്പര സംവാദത്തിൻ്റെ ഒരു വേദിയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇത് ഉപയോഗിക്കപ്പെടുക. ഇതിൻ്റെ ധ്വനിയും സന്ദേശവും അതല്ലല്ലോ. അല്ല, അതിന്റെ ധ്വനിയും സന്ദേശവും അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഘടകകക്ഷികൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിക്കും, സംശയം വർദ്ധിക്കും, മുന്നണിയുടെ കെട്രോപ്പിനെ ബാധിക്കും. അതൊക്കെ ഐക്യവും ജനാധിപത്യവും ഇല്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും. പക്ഷേ CPI അടക്കം പറയുന്നത് ഇതൊരു പതിവ് പരിപാടിയായിരുന്നു, മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അത്ര സ്വാഭാവികമായി താങ്കൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ? കാരണം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗം മുഖ്യമന്ത്രി വിളിച്ചതും ഒക്കെ ഈ പാർട്ടി കത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്ന കാര്യങ്ങളിലൊന്നാണ്. അതൊന്നും ഇതിനു മുമ്പ് നാം കണ്ടിട്ടുമില്ല. പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രവർത്തനം പലപ്പോഴും, ഞാൻ ഈ സർക്കാരിനെ കുറിച്ചല്ല പറയുന്നത്, പലപ്പോഴും ഒട്ടും ആശാസ്യമായ രീതിയിലല്ല നടക്കുന്നത്. ഞാൻ പിണറായി വിജയനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പേഴ്സണൽ സ്റ്റാഫിന്റെ ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല അദ്ദേഹത്തിന്. പക്ഷെ ആ ഘട്ടത്തിൽ മറ്റേ ഘടകകക്ഷികളുടെ നേതാക്കളെ കൂടി വിളിക്കാമായിരുന്നു. ഘടകകക്ഷികളുടെ പേഴ്സണൽ സ്റ്റാഫിനെ കൂടി യോഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മന്ത്രി ചന്ദ്രശേഖരനെയോ മറ്റാരെങ്കിലും ഒരാളെ കൂടി വിളിക്കാമായിരുന്നു. അത് കുറച്ചുകൂടി ഒരു മര്യാദ, ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിലയിരുത്തപ്പെടുകയും ചെയ്തത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ പോലും അങ്ങ് സൂചിപ്പിക്കുന്ന മര്യാദ പാലിക്കാതിരിക്കുന്നു ഒരു മുഖ്യമന്ത്രി എങ്കിൽ ഘടകകക്ഷികളുടെ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ട് എന്ന പാർട്ടി നിർദ്ദേശം അദ്ദേഹം എങ്ങനെയായിരിക്കും നടപ്പാക്കുക? അതെ, അത് തീർച്ചയായിട്ടും സംശയങ്ങൾക്ക് അവിശ്വാസത്തിന് ഇടവരുത്തുന്ന രീതിയിൽ ആകരുത്. കാരണം മുഖ്യമന്ത്രിയിൽ നമ്മളൊരു ഫലം പ്രതീക്ഷിക്കുന്നത് ഒരു മാന്യമായ സമീപനമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ E.K. നായരുടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ ഘടകകക്ഷികൾ തമ്മിലും CPM-ഉം ഘടകകക്ഷികളുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു, പലപ്പോഴും പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തേത് കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗുരുതരമായ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കനും ഇപ്പോൾ ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, CPM-ന്റെ പാർട്ടി കത്തിൽ പറയുകയാണ് ഘടകകക്ഷികളുടെ വകുപ്പുകൾ പരിശോധിക്കേണ്ടതുണ്ട്. CPM-ന്റെ വകുപ്പുകൾ പരിശോധിക്കണമെന്നൊരു വാചകം അതിലില്ല. ഘടകകക്ഷികളുടെ വകുപ്പുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഒരു LDF സംവിധാനം വേണമെന്ന്. ഇപ്പം ഘടകകക്ഷികളുടെ വകുപ്പ് പരിശോധിക്കാൻ പാർട്ടി തീരുമാനമെടുക്കുന്നു. പിന്നെ അത് നടപ്പാക്കപ്പെടണമെങ്കിൽ സാങ്കേതികമായി വേണ്ട ഒരു വഴി മാത്രമാണ് ഈ LDF സംവിധാനം എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക. ഇത് ശരിയായ ഒരു നടപടിയാണോ? ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നു.
ചോദ്യം പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല, അതിനിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോവുകയാണ്. ശ്രീ വാഴക്കൻ, CPM-ന്റെ പാർട്ടി കത്തിൽ പറയുന്നു ഘടകകക്ഷികളുടെ വകുപ്പുകൾ പരിശോധിക്കണം, അതിന് LDF സംവിധാനം ഉണ്ടാകണം. ഇത് ശരിയായ ഒരു രീതിയാണോ? അല്ല, CPM-നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ CPI-യുടെ യോഗങ്ങൾ ചേരുന്നത് തന്നെ CPM-നെതിരായിട്ടുള്ള അവരുടെ പാവങ്ങളുടെ പരാതിയും പരിദേവനങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഭരണമുണ്ടായതിന് ശേഷം ഒരു ഭരണത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ ഇടതുമുന്നണിയിലെ കക്ഷികൾ തമ്മിലൊരു ബന്ധമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. CPM-ന്റെ വഴിയേ പോകുന്നു, CPI-യുടെ വഴിയേ പോകുന്നു. മറ്റു കൊച്ചു പാർട്ടികളൊക്കെ അവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പിണറായി വിജയൻ പറഞ്ഞാൽ അതിനെതിര് പറയാത്തത് കൊണ്ട് അവർ ആ രീതിയിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നതിനപ്പുറത്ത് ഒരു കൂടിയാലോചനയോ ഒരു പരസ്പര വിശ്വാസമോ അതല്ലെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്വമോ ഈ മന്ത്രിസഭയ്ക്ക് ഉള്ളതായിട്ട് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ CPI